ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം അതുപോലെ നമ്മുടെ ചോറ് അടുപ്പത്ത് വേകുന്നുണ്ട്. ഇനി നമുക്കൊരു അടുപ്പ് സ്റ്റൗ ഞാൻ കത്തിച്ചു. അപ്പോൾ അതിലേക്കൊരു ഇഡ്ഡലി പുട്ടും വെച്ച് കൊടുക്കാം. എൻ്റെ കാപ്പിക്ക് ഇഡ്ഡലിയാണ് ഇന്നത്തെ കാപ്പി. അപ്പോൾ ഇഡ്ഡലി ചമ്മന്തിയാണ്. നമുക്ക് ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കാം. അതിന് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കലക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. അപ്പം നോക്കുന്ന ഇഡ്ഡലിയാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി. ഇതൊന്ന് നന്നായിട്ട് കലക്കി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പാത്രം വെച്ച് കൊടുക്കും. ഇഡ്ഡലി മാവ് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കും. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. ഇതിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ മെഴുക്ക് വരട്ടി നമ്മുടെ കോവയ്ക്കയും സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് കോരി വെച്ചിട്ടുണ്ട്, അടച്ചു കൊടുക്കും. ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചു. ഇന്നത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗന്ന് ഓഫാക്കാം. അതുപോലെ ഇഡ്ഡലി പുട്ടത്തിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ചോറിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കാൻ. അപ്പോൾ ചമ്മന്തിക്ക് അടുപ്പ് എത്തിച്ചൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പം കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കാം. മുട്ട പൊരിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. മുട്ട പൊരിക്കാനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മുട്ട ഇവിടെ പൊരിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ഉഴുന്ന് ചമ്മന്തി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉഴുന്ന് പൊടിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉഴുന്ന് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇഡ്ഡലി ചമ്മന്തി, ഉഴുന്ന് പൊടി ചമ്മന്തി, കട്ടൻ കാപ്പി. ഇതാണ് ഇന്നത്തെ കാപ്പി. അപ്പോൾ ഇന്നത്തെ ഉച്ചത്ത് ഒരു വറുത്തരച്ച തീയലാണ്. അതിലേക്ക് 2 കത്തിരിക്ക എടുത്തിട്ടുണ്ട് ചെറുത്, 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനൊരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിൽ വറുത്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് ഞാനൊരു ഈ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ഇവിടെ ഏകദേശം മുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിന് അല്പം എണ്ണ ഒറ്റിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തീയലിന് വറുത്തത് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം പുളി ഇട്ട് കൊടുക്കാം. അതായത് കത്രിക്ക ആയതുകൊണ്ട് അല്പം പുളിയുടെ ആവശ്യമുണ്ട്, ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത്
വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ട് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരപ്പ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാം ഇത്. അപ്പം ഞാനിന്ന് തയ്യാറാക്കണം മത്തി മുളക് കറിയാണ്. അപ്പം ഞാൻ വേറൊരു രീതിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിന്ന് കുടംപുളി ഇടുന്നില്ല, വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, പിന്നീട് ഇടുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. നമ്മൾ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കത് വറക്കാം. ഇതിലേക്ക് വേറൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കും. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരുപാട് വേണ്ട, ഇതിൽ ശകലം മതി. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കത്രിക ഇട്ട്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതെന്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കി കലക്കി എടുത്ത് വെച്ച അരപ്പ് ഒഴിച്ചു. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അല്പം ചെറിയ തീയിൽ കിടന്നൊന്ന് അല്പം വറ്റണം. ഞാൻ ഈ പരുവത്തിന് എടുത്തിട്ടുണ്ട്, അല്പം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കി കൂട്ടെല്ലാം കഴിഞ്ഞ് നമുക്കിത് ഒന്നുകൂടെ ചെറുതായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മീനിന് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വാളംപുളിയാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത്. അതൊന്ന് അതിൻ്റെ ഈ തോട് ഒക്കെ കാണും, അതുകൊണ്ട് ഒന്ന് മണ്ണ ഒന്നും ഇല്ലാതെ അരിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ എടുക്കണത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി ഇതിന് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് തെളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളി കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടത്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഈ മുളക് പൊടി മാത്രം ഇടുമ്പോൾ ഇതിന് വലിയ കൊഴുപ്പുണ്ടാവില്ല. അപ്പം നമുക്കിതൊന്ന് അരച്ച് തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇറക്കാം. ഇറക്കി നോക്കി ഒഴിച്ചു കൊടുത്തു. മീനിനരച്ച അരപ്പ് ചട്ടിയിലിട്ടിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് താളിക്കണ്ട, കാരണം മുളക് പൊടി ഞാൻ വറുത്തെടുത്തത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ പച്ചപ്പൊടി ഇടുമ്പോൾ താളിച്ചിട്ട് അതിലിട്ട് മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. അപ്പം നല്ല വെള്ളമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യം ഉലുവപ്പൊടിയാണ്. കറിവേപ്പിലയും ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളകും ടൊമാറ്റോയും വെട്ടി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഞാൻ കണ്ടിച്ച് വെച്ചിരിക്കുന്ന മത്തിയാണ്, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഈ മീനിനെ താളിക്കണില്ല. ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം. നമ്മുടെ മീൻകറി നോക്കാം. നമ്മുടെ മീൻകറി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് ഇതാണ്. ചോറ്, മീൻ മുളകിട്ടത്, മത്തിയാണ് മുളകിട്ടത്, വറുത്തരച്ച കത്രിക്ക തീയൽ, കോവയ്ക്ക മെഴുക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.